ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നൊരു ബൂന്തി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബൂന്തി ലഡുവാണ് തയ്യാറാക്കുന്നത്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ 4 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 3 കപ്പാണ് എടുത്തത് എങ്കിലും പിന്നീട് 1 കപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്തു. 3 കപ്പ് കടലമാവ് എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. എന്നിട്ടാണ് പിന്നീട് എനിക്കത് പോരാന്ന് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടി 1 കപ്പും കൂടി കടലമാവ് എടുത്തു. 250 ml കപ്പിൽ 1 കപ്പ് കടലമാവാണ് എടുത്തത്. കടലമാവ് നമ്മൾ എടുക്കുന്ന സമയത്ത് കടലമാവിൽ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കട്ടകൾ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒരുപാട് ആദ്യമേ ഒഴിക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു വേണം ഇളക്കിയെടുക്കാനായിട്ട്. തവി കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ആ ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ദോശമാവൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. വെള്ളം ഒരുപാട് കൂടിപ്പോകാനും പാടില്ല, എന്നാൽ തീരെ കുറഞ്ഞു പോകാനും പാടില്ല. കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ ആ ബൂന്തി തയ്യാറാക്കുന്ന കണ്ണാപ്പയില്ലേ, അതിൽ കൂടെ ബൂന്തി ശരിക്കും താഴേക്ക് വീഴില്ല. കൂടിപ്പോയാൽ അത് ഒരുപാട് അങ്ങ് താഴേക്ക് വീഴുന്ന ആ ബൂന്തിയുടെ ഒരു ഷേപ്പ് കിട്ടത്തുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ മാവ് മിക്സ് ചെയ്യുന്ന ആ ഒരു ഘട്ടമാണ്. അത് ഒന്ന് ശരിക്ക് വന്നാൽ നമുക്ക് ബൂന്തി നല്ല ഷേപ്പോട് കൂടി തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ഷേപ്പായിട്ട് നമുക്ക് ലഡു തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച അളവ് കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ അതൊന്ന് മാവിൽ കണ്ണാപ്പയിൽ കൂടി ഒന്ന് ഒഴിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് എത്ര വെള്ളം വേണം എന്നുള്ളത് ആദ്യം ഫസ്റ്റിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്താലും മതി. ഞാൻ അങ്ങനെയാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. പിന്നെ എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം നമ്മൾ കണ്ണാപ്പയിൽ കൂടെ ആ മാവ് ഒഴിക്കാവൂ. അങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് ബൂന്തികൾ പെട്ടെന്ന് താഴേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ അത് ബോൾസ് ആയിട്ട് മുകളിലേക്ക്, എണ്ണയുടെ മുകളിലേക്ക് അത് വരും. അങ്ങനെ ആകുമ്പോഴേ അതിനൊരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. പിന്നെ നമ്മളിത് തയ്യാറാക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാത്രത്തിൽ തന്നെ എണ്ണ ചൂടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം. പിന്നെ കുറച്ച് പരന്ന പാത്രത്തിൽ കുറച്ച് ഇതിപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് ഉരുണ്ട ഷേപ്പിൽ കടായിയാണ് എടുത്തിട്ടുള്ളത്. അതല്ലാതെ കുറച്ച് പരന്ന പാൻ ടൈപ്പ് പാത്രം, നല്ല കട്ടിയുള്ള അങ്ങനത്തെ പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഇതുപോലെ ബൂന്തി തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാ ബൂന്തികളും കറക്റ്റ് ആ ഒരു ഒന്നിനൊന്ന് തൊടാതെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ കുറച്ചൊക്കെ ഉണ്ടയായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് എല്ലാം കൂടി കുറച്ചൊക്കെ ചേർന്ന് വരുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് അത് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ലാസ്റ്റിൽ എല്ലാം കൂടി അങ്ങനെ ഒരുമിച്ച് വന്നിട്ടുള്ള ബൂന്തികളെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതും ഇതിലേക്ക് ചേർക്കുന്നത് നല്ലതാണ്. അതും കുറച്ച് നമുക്ക് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് നമുക്ക് എളുപ്പത്തിലൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും, ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കുറച്ച് പരന്ന പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ബൂന്തി തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നല്ല നല്ല ബൂന്തികൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ബൂന്തി തയ്യാറാക്കുന്ന അച്ച് ഇതുപോലത്തെ കണ്ണാപ്പ കടയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് വാങ്ങിച്ചിട്ട് അതിൽ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കണ്ണാപ്പയില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളിത് മൊരിഞ്ഞ് വരുന്ന ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മളിത് ഇട്ടിട്ട് ഉടനെ തന്നെ അത് എടുക്കുകയും വേണം. കാരണം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ ഇടുന്ന സമയത്ത് തന്നെ അത് നന്നായിട്ട് വെന്ത് വരും. നല്ല ക്രിസ്പിയായി, ഒരുപാട് ക്രിസ്പിയായി പോകാനായിട്ട് പാടില്ല. അതിന് മുമ്പ് തന്നെ നമ്മളത് കോരി മാറ്റുകയും വേണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കണ്ണാപ്പ മാവ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടി അതിലേക്ക് മാവ് ഒഴിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഫസ്റ്റിൽ മാവ് ഒഴിച്ചിട്ട് പിന്നെ രണ്ടാമത് ഒഴിക്കുന്ന സമയത്ത് കൈകൊണ്ട് ആ മാവൊന്ന് കണ്ണാപ്പയിലുള്ള മാവിനെ ഒന്ന് മാറ്റിയിട്ട് ഒന്നിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ എല്ലാ ബൂന്തികളും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് കട്ടയായിട്ട് ഉണ്ടായിരുന്ന ബൂന്തികളെല്ലാം കൂടി ചേർത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഞാനത് മാറ്റി വെച്ചു.
അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. അത് നമ്മൾ കൈകൊണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇളകി വരും. എന്നാലും ഞാനത് കുറച്ച് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തു. അപ്പം 4 കപ്പ് മാവിൽ 250 ml 4 കപ്പ് മാവിൽ ഒരു 30ഓളം ലഡു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടയായിട്ടുണ്ടായിരുന്ന ബൂന്തിയൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് 3.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. സെയിം മാവ് അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് 3.5 കപ്പ് പഞ്ചസാര എടുത്തു. 3.5 കപ്പ് പഞ്ചസാര എടുക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ 3 കപ്പ് അല്ലെങ്കിൽ 2.5 കപ്പ് പഞ്ചസാര ചേർത്താലും മതി. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര മെൽറ്റായി വന്നിട്ട് ഒരു നൂൽ പരുവം വരും. നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നോക്കുമ്പോൾ അറിയാം ഒരു നൂല് പോലെ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബൂന്തിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബൂന്തിയും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര സിറപ്പ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്ക് അത് ഇരുന്നിട്ട് ആ ബൂന്തിയിൽ പഞ്ചസാര പിടിച്ചിട്ട് അതെല്ലാം ഡ്രൈ ആയിട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ബൂന്തി ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്തു. എന്നിട്ടാണ് അതിലേക്ക് നെയ്യ് ചേർത്തത്. പിന്നെ അതിലേക്ക് ചേർത്തത് 1.5 ടീസ്പൂൺ ജാതിക്കായും ജാതിപത്രിയും കൂടി പൊടിച്ചതാണ്. പൊടി 1.5 ടീസ്പൂൺ ചേർത്തു. 1.5 ടീസ്പൂൺ ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ മാത്രം ചേർത്താൽ മതി. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. 1.5 ടീസ്പൂൺ ചേർത്തത് കുറച്ച് ചൊവ വന്നിട്ടുണ്ടായിരുന്നു. ലഡു കഴിച്ച സമയത്ത് അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റിൽ കുറച്ച് കൽക്കണ്ട് പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലഡുവിൻ്റെ ഫൈനലായിട്ടുള്ള സ്റ്റേജ്. അപ്പോൾ ഇത് ഒന്ന് തണുത്തതിന് ശേഷം ഏകദേശം ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് നമുക്കത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടുന്ന സമയത്ത് കറുത്ത മുന്തിരിയും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ലഡു എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.